ഹലോ. ഇപ്പോൾ മലയാള സിനിമാ പ്രേമികളിൽ ഭൂരിഭാഗവും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ആരാണ് ഈ രമേശ് നാരായണൻ? മണിച്ചിത്രത്താഴിലെ തിലകൻ്റെ ആളെ അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്ന ഡയലോഗ് ഇവിടെ ആപ്റ്റാണ്. പ്രത്യേകിച്ച് മനോരഥങ്ങൾ എന്ന സീരീസിൻ്റെ പരിപാടിയുടെ സംഘാടകർക്ക്. പുള്ളി ചില്ലറക്കാരനൊന്നുമല്ല, പ്രഗത്ഭനായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്. എന്നുദിൻ്റെ മൊയ്തീൻ ഉൾപ്പെടെ 4 തവണ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ നേടിയിട്ടുണ്ട്. ദേശീയ അവാർഡ് ഉൾപ്പെടെ ഒട്ടനവധി അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. സത്യത്തിൽ ആ വീഡിയോ കണ്ടപ്പോൾ ഇദ്ദേഹവും അപമാനിക്കപ്പെട്ടതായി തോന്നി. മനോരഥങ്ങൾ എന്ന സീരീസിൽ ജയരാജ് സംവിധാനം ചെയ്ത സിനിമയുടെ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് രമേശ് നാരായണനാണ്. ആ സീരീസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവതാരിക പ്രത്യേകം വിളിച്ചു പറയുന്നുണ്ട്. എല്ലാ അണിയറ പ്രവർത്തകരും ഉൾപ്പെടെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ അവതാരിക പേരെടുത്ത് പരാമർശിച്ചുമില്ല. സിനിമ സംവിധാനം ചെയ്ത ജയരാജും ഇദ്ദേഹത്തെ പരിഗണിച്ചില്ലേ എന്തോ. ശ്യാമപ്രസാദിൻ്റെ സിനിമയുടെ സമയത്ത് ഔസേപ്പച്ചൻ്റെ പേര് പറയുന്നത് കേട്ടിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് സംഘാടകരുമായി രമേശ് നാരായണൻ സംസാരിക്കുന്നത് വീഡിയോയിലുണ്ട്. അപ്പോൾ ക്ഷമാപണത്തോടെ രമേശ് നാരായണന് മൊമൻറ്റോ കൊടുക്കുന്ന കാര്യം അവതാരിക അനൗൺസ് ചെയ്തപ്പോഴും സന്തോഷ് നാരായണൻ എന്നാണ് പറഞ്ഞത്. നോട്ട് ഓൺ സ്റ്റേജ് എന്നും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയിരിക്കും. എന്തുതന്നെയായാലും അപക്വമായൊരു പെരുമാറ്റ രീതി അദ്ദേഹത്തിൽ നിന്നുണ്ടായി എന്നത് സത്യമാണ്. പക്ഷേ അതിനെ ഒരു ചെറുചിരിയോടെ ആസിഫ് അലി നേരിട്ടു എന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.